അല്ല കൂട്ടരെ, ഇതാക്കണ ഈ ഒരു കാലത്തല്ല, അത് ഏത് കാലത്ത് നമ്മളിതൊക്കെ തിന്നല്ലേ. അങ്ങനെ നല്ല ഉസാറിന് വെച്ച് ചക്ക ഇട്ടിരിക്കുന്നു. അതിനിതാകണം അറഞ്ചം കുറച്ചും വെട്ടിയും ചെയ്തേക്കണം കേട്ടോ. നല്ല മൂത്ത ചക്കയാണ്. അവിടെ എവിടെയായിട്ട് കുറച്ച് കേടൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ നല്ല അടിപൊളി സുന്ദരൻ ചക്കച്ചുളക കിട്ടിയിരിക്കണം കേട്ടോ. ഇനി വേഗം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ, നമുക്ക് ചക്ക കൂട്ടാൻ ഉണ്ടാക്കണ്ടേ. അങ്ങനെ അതാകണം അരിഞ്ഞെടുത്തത് വേഗം കുക്കറിലാക്കിയിരിക്കണം കേട്ടോ. കുക്കറിലിടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പെട്ടെന്ന് ആകണമല്ലോ വിചാരിച്ച് കുക്കറിലിട്ടിക്കണം. മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് കൂക്കിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരൊറ്റ വിസിൽ വീശിയപ്പോത്തിന് ഇതിലേറെ കൂക്കിയാൽ ചിലപ്പോൾ അത് പായസമാവും കേട്ടോ. അപ്പോൾ കൂക്കിക്കേണ്ട അതാകണം. തുറന്ന് നോക്കിയപ്പോൾ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് വെന്തിക്കണം കേട്ടോ. വെന്ത സ്ഥിതിക്ക് ഇതാകണം അരപ്പങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പ് നല്ല അടിപൊളി ആയതുകൊണ്ട് നല്ല മണം വരുന്നുണ്ടായിരുന്നു. വേഗം ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ടാണ്ട് കറിവേപ്പിൻ്റെ ഉണക്കുമ്പോൾ ഇട്ടാണ്ട് ഒന്ന് താളിച്ചു കൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും വളമ്പല്ല വെല്ലടിച്ചാൽ മതി കേട്ടോ. ചക്കക്കൂട്ട റെഡി ആയിക്കണല്ലോ. കുറച്ച് കഞ്ഞി വിളമ്പിയാക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ല ചൂടുള്ള കട്ടൻ ചായ കൂടി ആകുമ്പോൾ ഉസാറായി സംഭവം.